Mridula Rahul, cases in which symptoms appeared even after the specified incubation period, 2 to 14 days, read in newspapers. ഞാൻ പറഞ്ഞ പോലെ എക്സെപ്ഷൻസ് ത്രൂ ഔട്ട് ഉണ്ടാവും. കാരണം നമ്മളിപ്പോഴും ഒന്നിനും ഇതിന് നമ്മളൊരു ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല കോവിഡിന്റെ കാര്യത്തിൽ. അപ്പം എക്സെപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ സോ ഫാർ ഒബ്സർവേഷൻസ് വെച്ചിട്ട് മെജോറിറ്റി ഓഫ് കേസസ് എന്നുള്ളത് വെച്ചിട്ട് മാത്രമുള്ള കൺക്ലൂഷൻസ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഹലോ വിനീത നെബു. സോജു തോമസ്, കോവിഡിന് കാരണം വൈറസ് അല്ല ബാക്ടീരിയ, ലോകത്തെ ഞെട്ടിച്ച ഇറ്റാലിയൻ ഡോക്ടർമാർ. എന്താണ് പറയാം, കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ കോൺസ്പിറേഷൻ തിയറീസ്, ഇത് എല്ലാ പാൻഡമിക്കിൻ്റെയും ഹോൾമാർക്ക് ഫീച്ചറാണ്. അപ്പം ഒരുപാട് ന്യൂസുകൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെയുള്ള ഒരുപാട് സോഴ്സുകളിൽ നിന്ന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം അതിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് അത് മിസ്ഗൈഡഡ് ആവരുത്. ഇത് അതായത് ബാക്ടീരിയ എന്ന് പറയുന്നത് ഇപ്പം കോവിഡ് ബാധിച്ച ആൾക്കാരിൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഇപ്പം പലപ്പോഴും ന്യൂമോണിയ വരുന്നത് അത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഒന്നിനെയും റൈറ്റ് ഓർ റോങ് എന്ന് പറയാണ്ടിരിക്കുക. പക്ഷെ ഏതാണ് സോഴ്സിൽ നിന്നാണ് വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ സ്വയമായിട്ടൊരു ജഡ്ജ്മെന്റിൽ എത്തുക. എന്നിട്ട് വെയിറ്റ് ആൻഡ് വാച്ച്. ഒന്നും കണ്ണടച്ച് റിഫ്യൂസ് ചെയ്യേണ്ട, ഒന്നും കണ്ണടച്ച് അക്സെപ്റ്റ് ചെയ്യരുത്. ഈ മൾട്ടിപ്പിൾ സോഴ്സസ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള അവിടെ നിന്ന് അല്ലാതെ വരുന്ന ഇതിൽ വെയിറ്റ് ആൻഡ് വാച്ച് നല്ലതാണ്. കൊറോണ, ക്യാൻ എ പേഴ്സൺ അഫക്റ്റഡ് അഗെയിൻ? അതും ഒരു വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പോയിന്റാണ്. കൊറിയയിലും പല സ്ഥലങ്ങളിലും കോവിഡ് നെഗറ്റീവ് ആയിരുന്നവർ നെഗറ്റീവ് ആയിരുന്ന ആൾക്കാരിൽ വീണ്ടും പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അത് റീഇൻഫെക്ഷൻ ആണോ? ചില കേസുകളിൽ ഈ പറഞ്ഞ പോലെ സ്വാബ് നെഗറ്റീവായിട്ട് വരാം, റിയലി നെഗറ്റീവ് ആവാണ്ട് തന്നെ. അത് കണ്ടിന്യൂ ചെയ്യുന്നതാണോ പെർസിസ്റ്റ് ചെയ്യുന്നതാണോ എന്ന് പറയാറായിട്ടില്ല. പക്ഷെ സോഫാർ നമ്മൾ ടെസ്റ്റ് ചെയ്ത ആൾക്കാരിലെല്ലാം ഇപ്പം പോസിറ്റീവായിട്ട് വന്നിട്ടുള്ള ആൾക്കാരിൽ ആൻറ്റിബോഡീസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ആൻറ്റിബോഡീസ് പ്രൊട്ടക്റ്റീവാണ്. അതുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള അല്ല റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. അതിലെ ഒരെണ്ണമാണ് കൺവാലസൻ സിറം എന്ന് പറയുന്നത്. അതായത് രോഗം ബാധിച്ച ഒരു പേഷ്യൻറ്റിൻ്റെ ഓൾറെഡി ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. എത്ര ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്തെന്നുള്ളത് ഡിഫറെൻ്റ് ആണ്, ഓരോ ആൾക്കാരിലും ഡിഫറെൻ്റ് ആണ്. പക്ഷെ എല്ലാവരിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അതിൽ നിന്നും ക്യൂർഡ് ആവുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ ഉള്ള അവരുടെ ബ്ലഡ് എടുത്ത് അവരുടെ പ്ലാസ്മ എടുത്ത് അതിൽ ഈ ആൻറ്റിബോഡീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കി പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നു. സിവിയർ ആയിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള ട്രീറ്റ് ചെയ്യുന്നു. പല സെൻറ്ററുകളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് ICMR-ന്റെ അത് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു പുതിയ ഇതല്ല. അത് ഓൾമോസ്റ്റ് ഒരു സെഞ്ചുറി ആയിട്ട് വരെ പല കണ്ടീഷനുകളിൽ നമ്മൾ ട്രൈ ചെയ്തൊരു ഒരു മെത്തേഡാണ്. അതൊരു കൈൻഡ് ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ്. അതൊരു റിഫൈൻഡ് ട്രീറ്റ്മെന്റ് അല്ല, പക്ഷെ ഒരു പൊട്ടൻഷ്യൽ ട്രീറ്റ്മെന്റ് ആണ്. സോഫാർ അതിനൊരു റീസണബിൾ ഔട്ട്കം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റീഇൻഫെക്ഷനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന്, മ്യൂട്ടേഷനുകൾ കൊണ്ട് നമ്മൾ ഇനീഷ്യൽ വന്ന അല്ലാണ്ട് കുറച്ചുകൂടി മ്യൂട്ടേറ്റ് ചെയ്തൊരു വൈറസാണ് വരുന്നതെങ്കിൽ റീഇൻഫെക്റ്റഡ് ആവാം. അല്ലാതെയും റീഇൻഫെക്റ്റഡ് ആകാമോ അല്ലയോ എന്നുള്ള കാര്യം 100% പറയാൻ പറ്റില്ല. ജിഷ, ജോലിക്ക് പോകുന്ന ആൾക്കാർ എത്ര മണിക്കൂർ വരെ ഒരേ മാസ്ക് ആൻഡ് ഗ്ലൗ ധരിക്കാം? ഏത് തരത്തിലുള്ള മാസ്ക് ആണ് സേഫ്? അതൊരു വെരി റിലവൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. പക്ഷെ നിങ്ങളുടെ ഫീൽഡ് എന്താണ് എന്നുള്ളതനുസരിച്ചിരിക്കും. നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അതും നിങ്ങൾ അതിലേത് ഭാഗത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ള പോലെയുണ്ട്. നിങ്ങൾ ഓൾറെഡി ടൈപ്സ് ഓഫ് മാസ്കുകളെ കുറിച്ച് കുറച്ചൊരു ഐഡിയ ആയിട്ടുണ്ടാവും. ഒന്ന് സർജിക്കൽ മാസ്ക് ആണ്, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചത്. ഇത് സർജിക്കൽ മാസ്ക് ആണ്. അതുകൂടാതെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% പ്രൊട്ടക്ഷൻ അല്ല, അത് ലാർജ് പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരിതാണ്, ഒരു റീസണബിൾ പ്രൊട്ടക്ഷൻ. അപ്പം ജനറലി അത് യൂസ് ചെയ്യുന്നത് അധികം ഹൈ റിസ്ക് അല്ലാത്ത ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സർജിക്കൽ മാസ്ക് ആണ്. അതേസമയം ഇൻറ്റൻസീവ് കെയർ,
ICU അങ്ങനെ ഹൈ റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ N95 മാസ്കാണ് യൂസ് ചെയ്യുന്നത്. N95 എന്ന് പറയുമ്പോഴും 95% ഓഫ് പാർട്ടിക്കിൾസ്, അത് വളരെ സ്മോൾ പാർട്ടിക്കിൾ വരെ ഫിൽട്ടർ ചെയ്യും, പക്ഷെ എന്നാലും 95% ഫിൽട്ടർ ചെയ്യും N95 മാസ്ക്. അത് അങ്ങനെയുള്ള ഏരിയാസാണ് യൂസ് ചെയ്യുന്നത്. അത് ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക മെഡിക്കൽ ഫെസിലിറ്റീസിലും ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ റാഷണലൈസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം, ആർക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം എല്ലാവർക്കും N95 യൂസ് ചെയ്യാമായിരുന്നെങ്കിൽ നമ്മൾ N95 യൂസ് ചെയ്തേനെ, കാരണം അത് 95% ഫിൽട്ടർ ചെയ്യും. പക്ഷേ അതേസമയം N95 യൂസ് ചെയ്യുമ്പോൾ മറ്റു പല ഫാക്ടേഴ്സും ഉണ്ട്. ആൾക്കാർക്ക് കിട്ടുന്ന എമൗണ്ട് ഓഫ് ഒരു ബ്രീത്തിങ് കംഫർട്ട് വളരെ കുറവായിരിക്കും. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് എത്ര ഹവേഴ്സ് ഓരോരുത്തർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് വേരിയബിൾ ആണ്. അതുകൊണ്ട് ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, എത്ര ടൈം ചേഞ്ച് ചെയ്യാന്നുള്ളത് അങ്ങനെ സ്പെസിഫിക് നമ്പറില്ല. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സർജിക്കൽ മാസ്ക് ഒരു ഷിഫ്റ്റിന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. N95 മാസ്ക് എന്ന് പറയുന്നത് ഹാഫ് ഷിഫ്റ്റിൽ വെച്ചിട്ട് ടീം ബ്രേക്ക് എടുക്കുമ്പോൾ N95 മാസ്ക് ഫുൾ ഇതും ചേഞ്ച് ചെയ്യും. അവർക്ക് 1 hour ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അടുത്ത സെറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യും. പക്ഷെ അതും നിങ്ങളുടെ ഹെൽത്ത് ഇതിൽ നിങ്ങളുടെ ഗൈഡ് ലൈൻ വെച്ച് ഫോളോ ചെയ്യുക, കോമൺ സെൻസ് യൂസ് ചെയ്യുക. സർജിക്കൽ മാസ്ക് റീയൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. N95 മാസ്കുകൾ പലയിടത്തും, അതും ഐഡിയലി റീയൂസ് ചെയ്യാൻ പാടില്ല, പക്ഷേ ഷോർട്ടേജ് കാരണം റീയൂസ് ചെയ്യുന്നുണ്ട്. പല പല ടെക്നിക്സാണ് പലരും ചെയ്യുന്നത്. ചിലർ അൾട്രാ വയലറ്റ് സൺലൈറ്റിനോട് എക്സ്പോസ് ചെയ്യുന്നു, ചിലർ 5 മാസ്ക് വെച്ചിട്ട് സർക്കിൾ ചെയ്യുന്നു. അതായത് ഒരു മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5 days കഴിഞ്ഞിട്ട് ആ മാസ്കിലോട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും 5 days വൈറസ് ആ സർഫസിൽ ലീവ് ചെയ്യില്ല എന്നുള്ള ഇതില്ല. പക്ഷെ ഇതെല്ലാം മോഡിഫൈഡ് ഷോർട്ട് കട്ട്സ് ആണ്, അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടുള്ള ആൻസർ പറയാൻ പറ്റില്ല. പക്ഷേ ഗ്ലൗസ് ഒന്നും കൂടെ അതിൽ മെൻഷൻ ചെയ്യുന്നു. ഗ്ലൗസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്ലൗസ് പലപ്പോഴും പ്രൊട്ടക്ഷനേക്കാളും കൂടുതൽ റിസ്ക് കൂട്ടുക ചെയ്യുക പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലൗസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈറസ് എക്സ്പോസ്ഡ് ആയി വീണ്ടും എക്സ്പോസ്ഡ് ആയി. അതേസമയം അതിനേക്കാളും ബെറ്റർ നിങ്ങൾക്ക് ഗ്ലൗസ് ഊരിയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ഹാൻഡ് വാഷിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് മച്ച് മോർ എഫക്റ്റീവ്. ഓവർ യൂസേജ് ഓഫ് ഹാൻഡ് സാനിറ്റൈസർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുമോ? അങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കില്ല. കാരണം അതെനിക്ക് പേഴ്സണലി പറയാൻ പറ്റുന്നതിനോട്, ഞാൻ ന്യൂ ബോൺ ICUലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഇയേഴ്സ് ആയിട്ട്, കാരണം എപ്പോഴും ഓരോ ബേബിയെ ടച്ച് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ഹാൻഡ് സാനിറ്റൈസേഴ്സ്, ആൽക്കഹോൾ ജെൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇത്രയും പേര് ഞങ്ങൾ ഹോൾ ടീം ഇത് ഇത്ര യൂസ് ചെയ്തിട്ടും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകും. കുറച്ച് ഹാൻഡിൽ ഡ്രൈനെസ് വരാറുണ്ട്. അതുകൊണ്ട് വരുന്ന ഡ്രൈനെസ് കൊണ്ടുള്ള പ്രോബ്ലം വരുന്നുണ്ട്. അത് മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യേണ്ടി വരും. അതല്ലാതെ ഒരു പ്രോബ്ലംസ് ജനറലി കാണാറില്ല. കോവിഡിന് മുമ്പേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതെ, നിതീഷ് മെൻഷൻ ചെയ്ത പോലെ അലർജിക്ക്, അങ്ങനെ അലർജിക്ക് ആണെങ്കിൽ ഓഫ് കോഴ്സ്, അലർജിക്ക് ആണെങ്കിൽ ഹാൻഡ് വാഷിംഗ് തന്നെ ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ പെർസെൻറ്റേജ് ഓഫ് അലർജീസ് അങ്ങനെ സിഗ്നിഫിക്കൻ്റ് അല്ല, വളരെ കുറച്ച് മാത്രമേ കാണാറുള്ളൂ. സിംറ്റം ഓക്കെ ഓക്കെ ബാങ്കിങ് ഫീൽഡാണ് രജിഷ. അതെ, അപ്പം കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യാൻ, അപ്പം എപ്പോഴും മാക്സിമമായിട്ട് ചെയ്യുന്നത് ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. ഞങ്ങളിപ്പോൾ മിക്കടുത്ത് ചെയ്യുന്നതും ഇപ്പം ഇങ്ങനെ ഫ്രണ്ട് ഡെസ്ക് അങ്ങനെയുള്ളവർ എപ്പോഴും ഒരു ഡയറക്റ്റ് കോൺടാക്ട് വരാണ്ട് ബാരിയേഴ്സ് ഉണ്ടാക്കുക. ഡിസ്റ്റൻസ്, കസ്റ്റമറുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂട്ടാൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എഫക്റ്റീവായിട്ട് ചെയ്യുക. പിന്നെ അങ്ങനത്തെ കേസ് ഡയറക്റ്റായിട്ട് മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഗ്ലൗസ് യൂസ് ചെയ്യാണ്ട് പറ്റില്ല. കാരണം നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ക്യാഷ് എന്താ ഡീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസ് യൂസ് ചെയ്യും. പക്ഷേ വൺസ് നിങ്ങൾ അവിടെ നിന്ന് എണീക്കുന്ന ടൈമിൽ ഗ്ലൗസ് ഊരിക്കളഞ്ഞ് ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അപ്പോഴും നിങ്ങൾ വൈറസിനെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻ കേസ് വൈറസ് നിങ്ങൾ എടുത്തോട്ട് വരികയാണെങ്കിൽ. ദിൽജോ, sister and her youngest daughter, 4.5 months old, is COVID-19 positive at Kuwait. What precautionary measures to be taken? ഓക്കെ, അപ്പോൾ അതൊരു
ഞാൻ കവർ ചെയ്യാത്തൊരു ഏരിയ ആണ്. അല്ല, ഇപ്പം 4.5 months ആണ്, ന്യൂ ബോൺ അല്ല. പക്ഷെ പ്രഗ്നൻസി, ന്യൂ ബോൺ, ഇൻഫൻസി, ആ പീരീഡ് എന്നുള്ളത് ഇതിപ്പം സിസ്റ്ററും പോസിറ്റീവാണ്, കുഞ്ഞും പോസിറ്റീവാണെന്നുള്ളതാണ്. ഇതിലിപ്പോൾ നമുക്കിപ്പോൾ അതായത് ഇപ്പം ബേസിക്കലി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫാമിലിയിൽ ഒരു മെമ്പർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതും നമ്മൾ ഈ പറഞ്ഞ ബേസിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മൈൽഡ് സിംറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല, ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ആവശ്യമില്ല. പക്ഷേ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്യുക. ആ റൂം അവർക്കായിട്ട് മാറ്റി വെക്കുക. കംപ്ലീറ്റ് ബാക്കിയുള്ള മെമ്പേഴ്സുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേഷൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുക. സെപ്പറേറ്റ് സെറ്റ് വെക്കുക. പ്ലേറ്റ്സ് എവറിത്തിങ് സെപ്പറേറ്റ് സെറ്റ് വെക്കുക. റെഗുലർ ഹാൻഡ് വാഷിങ്, സാനിറ്റൈസേഷൻ, മാസ്ക് വീടിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുക, എല്ലാ മെമ്പേഴ്സും ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സിംറ്റമാറ്റിക് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ഏജ് വെച്ചിട്ട് ഇപ്പം 4.5 months എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവേണ്ടതല്ല. പക്ഷെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹൈ ഫീവർ വരുന്നു, അതുപോലെ ബ്രീത്തിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യുക. ഐസൊലേഷൻ്റെത് എപ്പോഴും നമ്മൾ എല്ലാ പ്രോസസ്സും തിങ്ക് ത്രൂ ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. ചിലർ എന്തുകൊണ്ടാണ് അസിംറ്റമാറ്റിക് ആവുന്നത് എന്ന് അതിനിപ്പോഴും വെൽ ഡിഫൈൻഡ്, എല്ലാത്തിനും പോസിബിലിറ്റീസ് ഉണ്ട്, തിയറീസ് ഉണ്ട് എല്ലാത്തിനെ കുറിച്ചും. അത് ഇപ്പോഴും നമുക്കൊരു ഡെഫിനറ്റീവായിട്ട് ആൻസർ പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ചിലർക്ക് സിംറ്റംസ് വരാത്തതെന്നുള്ളത്. വാട്ട് ടൈപ്പ് ഓഫ് മാസ്ക് ഈസ് യൂസ്ഫുൾ ഫോർ ട്രാവൽ ബൈ ട്രെയിൻ? അതും ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറ്റ് പ്രസൻറ്റ് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് വെച്ച് നോക്കിയാൽ 3 ഓപ്ഷൻസാണ് ഉള്ളത്. 1 ക്ലോത്ത് മാസ്ക്, 2 സർജിക്കൽ മാസ്ക്, 3 N95. N95 ജനറലി മെഡിക്കൽ ഹൈ റിസ്ക് ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒരുപാട് നോൺ മെഡിക്കൽ ആൾക്കാർ ഇത് യൂസ് ചെയ്ത് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഇൻ ടേംസ് ഓഫ് പ്രൊട്ടക്ഷൻ റേറ്റ് വെച്ച് നോക്കിയാൽ N95 തന്നെയാണ് ബെറ്റർ. പക്ഷേ അതിൽ മറ്റ് പല ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങളൊരു വളരെ ലോങ് ജേണിയാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ലോങ് ജേണിയാണ് പോകുന്നതെങ്കിൽ എത്ര ടൈം നിങ്ങൾക്ക് ഈ N95 വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ചെറിയ സഫക്കേഷൻ ഫീൽ ചെയ്യുകയാണ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് അത് ഊരേണ്ടി വരികയും മാറ്റേണ്ടി വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് കാരണം നിങ്ങൾ എല്ലാം അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ആളുടെ കൂടെയാണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഊരുന്ന സമയത്തും ചേഞ്ച് ചെയ്യുന്ന സമയത്തും നിങ്ങൾ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആവുകയാണ് ചെയ്തത്. അപ്പം അതിനേക്കാളും ബെറ്റർ ഒരു സർജിക്കൽ മാസ്ക് നിങ്ങൾക്ക് ത്രൂ ഔട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് അഗെയിൻ നോ റൈറ്റ് ഓർ റോങ് ആൻസർ. അത് നമ്മൾ ഓരോരുത്തരുടെയും ഇതനുസരിച്ചിട്ടിരിക്കുക.
Nayana, some agencies provide disinfection services against corona. How far is it useful? അത് അതും ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. പക്ഷെ ടു സം എക്സ്റ്റെൻറ്റ് അത് യൂസ്ഫുൾ ആണെന്ന് പറയുന്നു. അത് പല അഡ്മിനിസ്ട്രേഷൻസും പല ഇൻറ്റൻഷൻസോടും കൂടിയാണ് അത് ചെയ്യുന്നത്. ചിലരത് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഹോൾ പ്രോസസ്, ഫോർ എക്സാമ്പിൾ UAE ഡിസിൻഫെക്ഷന് വേണ്ടി എവറി ഡേ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഫ്രം നൈറ്റ് പീരീഡ് ടു ഏർലി മോർണിംഗ് വരെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് ആ ഫുൾ ടൈം എല്ലാ സ്ഥലങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഓവറോൾ ഹെൽത്ത് സിസ്റ്റം അലേർട്ടും എല്ലാം കൂടെ വരുന്നതനുസരിച്ച് ആൾക്കാർ കൂടുതൽ ഹൈപ്പർ അലേർട്ട് ആകുകയും ചെയ്തു. അങ്ങനെ ഒരു ഇൻറ്റൻഷൻ കൂടെ തന്നെ ഉണ്ട്. അത് കൂടാണ്ട് ടു സം എക്സ്റ്റെൻറ്റ് ഇറ്റ് വർക്ക്സ്. ഈ പറഞ്ഞ സർഫസുകൾ, കാരണം ഇവർ യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ട് മാക്സിമം ടച്ച് വരുന്ന ഏരിയാസാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ഡേയിലും അവിടെ വൈറസ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പം കോമൺ ആയിട്ടുള്ള ഹാൻഡ് റെയിൽസ്, മെട്രോ, അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവർ ഡിസിൻഫെക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് യൂസ്ഫുൾ ആണ്, ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആണ് നെക്സ്റ്റ് ഡേയിലും. കാരണം ഇത് മോർ ദൻ 24 hours വൈറസിന് അവിടെ സർവൈവ് ചെയ്യാം. അപ്പോൾ ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ എത്ര വരെ യൂസ്ഫുൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ടില്ല. ഹായ് സുനിൽ. സുനിലിൻ്റെ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അതായത് ഇറ്റലി നമ്മളൊരു പോയിന്റിൽ നമ്മൾ കണ്ടു ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇത് പോയിന്റ് ആയിരുന്നു. ദേ വർ സ്ട്രഗ്ലിംഗ് അറ്റ് വൺ പോയിന്റ് ആൻഡ് നൗ ദ കേസസ് ആർ ഡ്രോപ്ഡ് ഡ്രാസ്റ്റിക്കലി. Deaths have fallen from 1,000 to 15 in 3 months and lifted all lockdowns. What really worked for them? അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇറ്റലിയുടെ ഹെൽത്ത് സിസ്റ്റം കംപ്ലീറ്റ്ലി ഓവർലോഡഡ് ആയിരുന്നു. ഇപ്പോൾ കൊറോണയുടെ ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി വരാനുള്ള ഒരു മെയിൻ റീസൺ എപ്പോഴും സിവിയറിറ്റി ഓഫ് ഡിസീസ് മാത്രമല്ല, ഡെത്തിൻ്റെ റേറ്റ് കൂടാനുള്ള ഒരു മെയിൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പേഴ്സ് പീക്ക് ചെയ്ത് കഴിയുമ്പം ഹോൾ ഹെൽത്ത് സിസ്റ്റം ചോക്ക് ബ്ലോക്ക്ഡ് ആവും. അപ്പം ഒരു മൈൽഡ് സിംറ്റംസ് ഉള്ളവർക്ക്, മോഡറേറ്റ് സിംറ്റംസ് ഉള്ളവർക്കൊന്നും ഹോസ്പിറ്റലിലോട്ട് കയറാൻ പോലും പറ്റുന്നില്ല. ആ ഒരു സിസ്റ്റത്തിൽ വരുമ്പോഴാണ് ഒരു ചെറിയൊരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ സർവൈവ് ചെയ്യുമായിരുന്നു ഒരുപാട് പേര്. ഇത് കൂടാണ്ട് അതർ മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ള ഒരുപാട് പേര്, അതെല്ലാവരും കൂട്ടത്തിൽ ആ ഡെത്ത് റേറ്റിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അതായിരുന്നു ഇറ്റലിക്ക് സംഭവിച്ചത്. അവർ കംപ്ലീറ്റ്ലി അവർ എന്താ പറയുക, ഓവർവെൽംഡ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് റിക്കവർ, ഇപ്പോൾ ഓരോ സ്റ്റേജിലും ആ റിക്കവർ ചെയ്യുന്നു. ഒന്ന്, എല്ലാവരും പ്രിക്കോഷൻസ് എടുക്കുന്നു, പ്രിക്കോഷൻസ് എടുത്ത് ആ ചെയിൻ ബ്രേക്ക് ചെയ്യുന്നു. രണ്ട്, ഇമ്മ്യൂണിറ്റി ലെവൽസ് ബിൽഡ് ചെയ്യുന്നു. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് ഇപ്പോഴും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. എത്രത്തോളം ഹേർഡ് ഇമ്മ്യൂണിറ്റി ഇഫക്റ്റീവ് ആണെന്നുള്ളത് ഇപ്പോഴും കോൺട്രവേഴ്സ്യൽ. പക്ഷെ എന്നാലും ഒരു ലെവൽ വരെയുള്ള ആൻറ്റിബോഡി റെസ്പോൺസ് കുറേ ആൾക്കാരിൽ ഉണ്ടാവുന്നു. അങ്ങനെയുള്ള മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. രണ്ടാമത്, ഇനിയും റിലാപ്സ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് 100% പറയാറായിട്ടില്ല. പക്ഷെ സിസ്റ്റംസ് ഇൻ പ്ലേസ് ആണ്, ആൾക്കാർ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. ഗ്രാജുവലായിട്ട് റിലീസ് ചെയ്യുമ്പോൾ വരുന്ന പീക്കിനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇറ്റലി ചെയ്ത ഒരു സ്പെസിഫിക് ഇൻ്റർവെൻഷൻ എന്നുള്ള ലെവലിൽ അവരും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതികൾ തന്നെ അവർ ഫോളോ ചെയ്തു. നിഷിമ KJ, എനിക്കത് പോയിന്റ് മനസ്സിലായില്ല. മൃദുല രാഹുൽ, താങ്ക് യു. ഫാദർ പുളിക്കൽ, ഗുഡ് ഈവനിങ് ഫാദർ. എൻ്റെ ചെറുപ്പകാലം തൊട്ട് എൻ്റെ മെൻറ്ററും ടീച്ചറും എല്ലാമായിരുന്നു പുളിക്കലച്ചൻ. ഗുഡ് ഈവനിങ് ഫാദർ. ഫാദർ ചോദിച്ചൊരു പോയിന്റ് വളരെ റിലവൻ്റ് ആണ്. നമ്മൾ പുറത്തുനിന്ന് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. വൈ സോ മെനി മലയാളീസ് ഡൈ ബിക്കോസ് ഓഫ് കോവിഡ് ഇൻ ഗൾഫ് കൺട്രീസ്? ഡു അറബ്സ് ആർ ഗെറ്റിംഗ് ഇൻഫെക്റ്റഡ്? തീർച്ചയായിട്ടും അതിൽ നമ്പേഴ്സ്, ഇപ്പം നമ്പേഴ്സ് ആ ഒരു അഫക്റ്റഡ് ആവുന്ന പോസിറ്റീവ് കേസിൽ വരുന്ന നമ്പേഴ്സിൽ അങ്ങനെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിഫറൻസ് കാണുന്നില്ല. പക്ഷേ കമ്പയർഡ് ടു അറബ്സ് ഇതിൽ എന്താ പറയുക, അഫക്റ്റഡ് പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ട്. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ വന്നതിനേക്കാളും ഉള്ള നമ്പേഴ്സിൻ്റെ കൂടുന്നത്, പ്രൊപ്പോർഷൻ ഓഫ് ഇൻക്രീസ് മച്ച് ഹയർ ആണ് നമ്മുടെ പോപ്പുലേഷനിൽ. അതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ്സ് മെയിൻലി അവരുടെ വീടുകളിലും
അങ്ങനെയുള്ള ഒരു കുറെ കൂടി സോഷ്യോ എക്കണോമിക് ബെറ്റർ ഓഫ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡുകളിൽ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുന്ന റേറ്റ് വളരെ കുറവാണ്. അതേസമയം നമ്മുടെ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഓരോ ഇൻഡസ്ട്രി അനുസരിച്ച്, ഇപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർ, നമ്മുടെ അവർ കുറേ പേർ ഒരുമിച്ചുള്ള ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ലേബർ ക്യാമ്പ്സ് ഉണ്ട്, അവർക്ക് കിട്ടുന്ന ആക്സസിനുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യുന്ന സ്പീഡ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പം ഇപ്പം നമുക്ക് കിട്ടുന്ന കേസുകളുടെ ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയിരുന്നു. പക്ഷേ ഫൈനലി ഇപ്പോൾ വരുന്നതിൽ നമ്പേഴ്സ് കൂടി വരുന്നത്, മൾട്ടിപ്ലിക്കേഷൻ കൂടി വരുന്നത് നമ്മുടെ നാട്ടുകാരിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ പ്രൊപ്പോർഷൻ ഡെത്ത് കൂടുതൽ നമ്മുടെ ആൾക്കാരിലുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാരെന്ന് മാത്രം പറയാൻ പറ്റില്ല. നമ്മൾ മലയാളീസിന്റെ ന്യൂസാണ് നമുക്ക് കൂടുതലും പ്രിഡോമിനൻ്റ് നമ്മളെ ഫീഡ് ചെയ്യുന്നത്. നമ്മൾ അതുപോലെ തന്നെ ഫിലിപ്പീൻസുകാർക്കുള്ള, കഴിഞ്ഞ ദിവസവും എൻ്റെ കൊളീഗ് വർക്ക് ചെയ്യുന്നിടത്തുണ്ടായിരുന്നു ഫിലിപ്പീൻസ് എന്നുള്ള ഒരു കേസുകളുണ്ടായിരുന്നു. അപ്പം എല്ലാ നാഷണാലിറ്റീസും ഉണ്ട്. പിന്നെ ഇതുപോലെ കൂടെയുള്ള നമ്മുടെ പ്രീ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണെന്നുള്ളതനുസരിച്ചിരിക്കും. കുറച്ചും കൂടി ഇവിടെയുള്ള ഗൾഫിലുള്ള മലയാളികൾക്ക് കുറച്ചും കൂടി ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള കണ്ടീഷൻസ് കുറച്ചും കൂടി പ്രിവലൻസ് ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി അറ്റ് എ ഡിസഡ്വാൻറ്റേജ് ആണ്. ഡിൽജ Diljo, baby has diarrhea for last few days and sister has mild common symptoms. ദിൽജോ ഇപ്പം എവിടെയാണ് എന്നുള്ളത് പോലെ ഇരിക്കും. കേരളത്തിലാണെങ്കിൽ ഇപ്പം ഇത്രയും റേറ്റ്സ് ഇത്രയും കുറവുള്ളപ്പോൾ അങ്ങനെ worried അല്ല. അതേസമയം ഇതുപോലെ മിഡിൽ ഈസ്റ്റിലാണ് കുറെ കൂടി റേറ്റ്സ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ഞങ്ങൾ പീഡിയാട്രിക് കേസുകളിൽ കാണാറുണ്ട് ഇതുപോലെ ഡയറിയും GI സിംറ്റംസുമായിട്ട് വരുന്നുള്ളതുകൊണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് ഒരു മൈൽഡ് സിംറ്റം ആണെന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യാം. കാരണം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള ഡിഫറൻസ് വരുന്നില്ല. എന്ത് സിംറ്റംസും പോസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ തന്നെ ബാക്കി എല്ലാ ഹോൾ ഫാമിലിക്കുള്ള പ്രിക്കോഷൻസ് എടുക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ വറിയിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ആക്സസ് ചെയ്യുക. നയന, വെൽക്കം. ബിനീഷ്, ട്രാവലിംഗ് ത്രൂ ഫ്ലൈറ്റ്, വാട്ട് ഓൾ പ്രിക്കോഷൻസ് ഹാവ് ടു ടേക്ക്? അഗെയിൻ നേരത്തെ പറഞ്ഞത് തന്നെ, മാസ്ക്, ഫ്രീക്വൻറ്റ് വാഷിംഗ്, ഹാൻഡ് വാഷിംഗ്, നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള ട്രാവൽസ് അവോയ്ഡ് ചെയ്യുക. അപ്പം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇതുമായിട്ട് ഇത് കുറേ നാളത്തേക്ക് ഉണ്ടാവും. എങ്കിലും പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ പീക്കായിട്ട് നിൽക്കുന്ന സമയം നമുക്ക് അവോയ്ഡ് ചെയ്യുക. എന്താണെങ്കിലും എസെൻഷ്യൽ അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുക, അതായിരിക്കും ബെറ്റർ അഡ്വൈസ്. ഹായ് ബിനു. അതെ, അത് കറക്റ്റ് പോയിന്റ് ആണ്. നമ്മൾ ലെസ് ദാൻ 2 ഇയേഴ്സിൽ അതായത് മാസ്ക് നമ്മൾ CDC ആണെങ്കിലും ഇതുപോലത്തെ ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഒക്കെ മാസ്കിനെ കുറിച്ച് പറയുമ്പോൾ ഏജ് കട്ട് ഓഫ് ആയിട്ട് പറയുന്നത് 2 ഇയേഴ്സ് ആണ്. അത് വളരെ വാലിഡ് പോയിന്റ് ആണ്. അത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ദാൻ 2 ഇയേഴ്സിൽ മാസ്ക് കൊണ്ട് ആക്സിഡന്റൽ ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ, ബ്രീത്തിങ് ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒബ്സ്ട്രക്ഷൻ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അവരിപ്പം ആ ഏജിലെ കുട്ടികൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കളിക്കുമ്പോൾ പോലും റിസ്കുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഒരു വാലിഡ് പോയിന്റ് ആണ്. അപ്പം ലെസ് ദാൻ 2 ഇയേഴ്സിൽ തൽക്കാലം റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ വേറെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. നമ്മൾ ഇപ്പം ചിലര് ചോദിക്കാറുണ്ട്, സ്റ്റീം എടുക്കുന്നുണ്ട് ചിലർ, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? റെഗുലറായിട്ട് സ്റ്റീം എടുക്കുന്നുണ്ട്. ഇതുവരെയുള്ള റിസർച്ചുകളിലൊന്നും അതിന് എവിഡൻസ് കാണിച്ചിട്ടില്ല. അതിൽ ഒരു സ്റ്റീം ഇൻഹെയിൽ ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. പിന്നെ അതുമല്ല, ഇപ്പം 2 days ബാക്ക് UK ബർമിംഗ്ഹാമിൽ നിന്ന് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിരുന്നു. അവിടെയുള്ള ബർമിംഗ്ഹാം ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, അവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ്. അവിടെ 30 times ഹയർ അഡ്മിഷൻസ് ആണ് സ്റ്റീം ട്രൈ ചെയ്യുന്നതിനിടയിൽ ബോയിൽഡ് വാട്ടർ കൊണ്ടുള്ള ആക്സിഡൻസ് കൊണ്ട് കുട്ടികൾ അഡ്മിറ്റ് ആവുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം.
സേഫായിട്ട് ഹാംഫുൾ അല്ലാത്ത ഇൻ്റർവെൻഷൻസ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്ന് വിചാരിച്ച് ആസ് സച്ച് അതിന് എവിഡൻസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് ബാക്കിയുള്ള കണ്ടീഷൻസ് ഉള്ളവർ എന്ത് ചെയ്യും? അതായത് ക്യാൻസർ പേഷ്യൻസ്, റെഗുലറായിട്ട് കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവർ. കാരണം അതിന് രണ്ട് ഡബിൾ എഡ്ജ് സോഡാണത്. കാരണം എന്ന് വെച്ചാൽ ക്യാൻസർ പേഷ്യൻ്റ് കീമോതെറാപ്പി എടുക്കുന്നവർ അവർക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി, ബേസിക് ഇമ്മ്യൂണിറ്റി ലെവൽ കുറവായിരിക്കും ഓൾറെഡി. അവർക്ക് വൈറസ് വരാനുള്ള റിസ്ക് കൂടുതലാണ്. അതേസമയം കീമോതെറാപ്പി പോസ്റ്റ്പോൺ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ക്യാൻസർ തിരിച്ചു വരാനുള്ള റിസ്ക്കും അതുപോലെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ഓൺകോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്തൊക്കെയാണ് അവർക്ക് ഓരോ ഓൺകോളജി ടീമിലും പ്രത്യേകമായിട്ടുള്ള സെറ്റപ്പുകൾ കാണും. ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഇൻഫെക്ഷൻ റിസ്ക് മിനിമൈസ് ചെയ്തുകൊണ്ട് ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ണടച്ച് ഇതെല്ലാം മാറട്ടെ എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത്. അങ്ങനെയുള്ള ആൾക്കാർ ഓൺകോളജിസ്റ്റുകളുമായിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഇതിൻ്റെ കോവിഡിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള ഔട്ട്കംസ് അങ്ങനത്തെ കണ്ടീഷൻസിൽ നിന്ന് വരാം. ഹെർബൽ ക്യൂർ സോഫാർ അങ്ങനെ എവിഡൻസുകളൊന്നുമില്ല. സ്റ്റേയിങ് ഇൻ ഹോസ്റ്റൽ അഗെയിൻ, ഇപ്പം നമ്മൾ ഒരുപാട് പേരുണ്ട് മിഡിൽ ഈസ്റ്റിലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഹോസ്റ്റൽ ഇതിൽ താമസിക്കുന്നവർ നാട്ടിലും ഉണ്ട്. എല്ലാവരും നമ്മൾ ഇപ്പം പറഞ്ഞ പ്രിൻസിപ്പിൾസ് എല്ലാം മാക്സിമം ഫോളോ ചെയ്യുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. ചെയിൻ ബ്രേക്ക് ചെയ്യുക, ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക. കാരണം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മൾ ഓരോ ഇൻ്റർവെൻഷനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ എല്ലാം ഫോളോ ചെയ്യും. അത് കഴിയും തോറും നമ്മളത് ലാക്സായി വരും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നത്. ആ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ അത് 6 ഫീറ്റ് 2 മീറ്റേഴ്സ്, അങ്ങനെ ഒരു സേഫ് ഡിസ്റ്റൻസ്. അപ്പം നമ്മൾ ആ ഒരു ഹാബിറ്റിലോട്ട് നമ്മൾ വരിക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങൾ ആ ഡിസ്റ്റൻസിൽ വെച്ച് ഹാൻഡിൽ ചെയ്യുക. അതൊരു ഇതിനും രണ്ട് വശങ്ങളുണ്ട്. നമ്മൾ ചില ആൾക്കാർ ഒരു എക്സ്ട്രീമിലോട്ട് പോകാം. അവസാനം നമ്മൾ അതൊരു ആങ്സൈറ്റി, പാനിക് ലെവലിലോട്ട് പോകാനുള്ള റിസ്ക് ഉണ്ട്. അതും ഒട്ടും അബ്നോർമൽ അല്ല. അത്രയും ഒരു ഹോൾ ഗ്ലോബൽ സ്കെയർ ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പം പലർക്കും അതൊരു ആങ്സൈറ്റി റീസൺ ആണ്. എല്ലാവർക്കും ആങ്സൈറ്റി റീസൺ ആണ്. ചിലർക്ക് അത് കൂടുതലായിട്ട് അവരെ എഫക്ട് ചെയ്യും. അങ്ങനെയുള്ളവർക്കും അതിൻ്റെ ആയിട്ടുള്ള ഹെൽപ്പ് തേടുക. അതേസമയം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. എപ്പോഴും അങ്ങനെ കൂടുതൽ ആങ്ഷ്യസ് ആകുന്നവർ എപ്പോഴും ചിന്തിക്കേണ്ടത് കോവിൻ്റെ മറ്റേ വശത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു കോവിഡ് പോസിറ്റീവ് ആയ ആൾ പോലും മോർ ദാൻ 96% ഓഫ് ആൾക്കാർ ഒരു കുഴപ്പമില്ലാതെ അതിൻ്റെ മറ്റേ സൈഡിൽ കൂടി വരുന്നു. അപ്പം ആ ആസ്പെക്ട് മറക്കാതിരിക്കുക, ചിന്തിക്കുക. ജിഷ അഭിലാഷ് 5 to 10 year old കുട്ടികളിൽ എന്ത് ലക്ഷണങ്ങളാണ് കാണിക്കുക? അവർക്കും ഏജ് ഗ്രൂപ്പിൽ വരുന്ന കോമൺ സിംറ്റംസ് സെയിം ആണ്. കോൾഡ് സിംറ്റംസ് ആണ് യൂഷ്വലി വരുന്നത്. ഫീവർ വരാം, സോർ ത്രോട്ട് വരാം. പക്ഷെ കുട്ടികൾ ഞങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന മറ്റൊരു സിംറ്റംസ് ഡയറിയ, അബ്ഡോമിനൽ പെയിൻ ആണ്. ഇതാണ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. പക്ഷെ അതിനെ ഞാൻ വറിയിങ് സിംറ്റംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യില്ല. കുട്ടികളിൽ വറിയിങ് സിംറ്റംസ് ആയിട്ട് വരുന്നത് വെരി ഹൈ ഫീവർ, കണ്ടിന്യൂസ് ആയിട്ട് 39 ഡിഗ്രി എബവ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫീവർ ഹൈ ആയിട്ട് നിൽക്കുക. കുട്ടികളിൽ റാഷ് ഉണ്ടാവുക, ദേഹത്ത് മുഴുവൻ റെഡ് റാഷ് ഉണ്ടാവുക. ചില ജോയിൻറ്റുകളിൽ റെഡ്നെസ്, സ്വെല്ലിങ്ങുകൾ ഉണ്ടാവുക. ലിപ്സ് ബ്ലൂ ആയിട്ട് കാണുക. അല്ലെങ്കിൽ ബ്രീത്തിങ്ങിന് പ്രോബ്ലം വരും. കുട്ടികളുടെ ബ്രീത്തിങ് പ്രോബ്ലം അധികം കാണാറില്ല. പക്ഷെ വളരെ തീരെ ഈ പനി മാറിയാലും വളരെ ഡ്രൗസി ആയിട്ട് ലെതാർജിക് ആയിട്ട് കിടക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതാണ് റെഡ് ഫ്ലാഗ് സിംറ്റംസ്. റിപ്പീറ്റഡ് കോവിഡ് ഇൻഫെക്ഷൻ വീണ്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. സിന്ധു ചോദിച്ച പോലെ, അത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റിൽ ജൂറി ഈസ് ഔട്ട്. നമുക്കത് കൺക്ലൂഷൻ ചെയ്യാറായിട്ടില്ല. രാജ് സബാൻ, ഹലോ. ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ അതുവഴി കോവിഡ് പകരുമോ? അത് സോഫാർ ഈ റൂട്ടല്ലാതെ വേറെ റൂട്ടിൽ ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല.
പക്ഷെ നമുക്കിപ്പോഴും അത് 100% പറയാൻ പറ്റില്ല. ഇപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം, അപ്പം ഫുഡ് അത് വേറെ റൂട്ടാണ്. ഇപ്പം രാജ് പറഞ്ഞ പോലെ ത്രൂ ദ വൂണ്ട് ബ്ലഡിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റുമോ എന്നുള്ളത് അത് നമുക്ക് ഇതുവരെ ഇപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള കൊറോണ വൈറസുകളൊന്നും ആ ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അഗെയിൻ ഒന്നിനും അബ്സല്യൂട്ട് നോ ഇല്ല, പക്ഷെ സോ ഫാർ എവിഡൻസ് ഇല്ല. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇപ്പം ഒരുപാട് അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇപ്പം ഈ നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് പോപ്പുലേഷനിൽ കൂടുന്ന പോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിലും പോസിറ്റീവ് കേസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് അതുകൊണ്ട് ഇപ്പം ഇതുവരെ പോസിറ്റീവായിട്ടുള്ള അമ്മയിൽ നിന്നും ഉള്ളിൽ ഗർഭസ്ഥ ശിശുവിലോട്ട് ഇൻഫെക്ഷൻ പടരുന്നതായിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മദർ പോസിറ്റീവായിട്ട് നിൽക്കുന്ന കേസിൽ കുട്ടിയിലോട്ട് പരാനുള്ള റിസ്ക് ഉണ്ട്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ഒഴിവാക്കുക, എക്സ്പ്രസ് ചെയ്ത മിൽക്ക് കൊടുക്കുക ബേബിക്ക്, അല്ലെങ്കിൽ ഫോമുല എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മദേഴ്സ് മിൽക്കാണ് പ്രിഫേർഡ്. അപ്പം എല്ലാ ഹാൻഡ് സാനിറ്റൈസേഷൻ യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത മിൽക്ക് കൊടുക്കുക. എന്നിട്ട് ബേബി ഐസൊലേറ്റ് ചെയ്യുക, മദറിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഹായ് ലീമ. ഓക്കെ, അപ്പം ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം കവർ ചെയ്തു. ഓക്കെ, സുരാഗ് ചോദിക്കുന്നു ഹൈ ഫീവർ, ഹൗ ടു കെയർഫുള്ളി ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ്. അഗെയിൻ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളതാണ്. ഫീവർ എപ്പോഴും പാരസെറ്റമോൾ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് വേറെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുക. അപ്പം ആ ഒരു പീരീഡിൽ നിന്ന് ഇപ്പം ആരാണ് ഇതിൽ നിന്നും ഇതിലോട്ട് പ്രോഗ്രസ് ചെയ്യുക എന്നുള്ള പ്രിഡിക്റ്റ് ചെയ്യാനുള്ള ഒന്നുമില്ല. റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജ്, അണ്ടർലൈങ് മെഡിക്കൽ കണ്ടീഷൻസ്, അങ്ങനെയുള്ള ഇതെല്ലാം. പക്ഷെ എപ്പോഴും ഉള്ള ഒരു ഇതിന് മാത്രമല്ല, ഏത് ഇൽനെസ് നമ്മൾ കാണുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. അത് എപ്പോഴും ഒരു ബോഡിയുടെ ഇമ്മ്യൂൺ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓരോ ആളും ഉള്ളിൽ നിന്ന് എത്രത്തോളം പോസിറ്റീവ് മൈൻഡഡ് ആണ്, എത്രത്തോളം ഓപ്റ്റിമിസ്റ്റിക് ആണ് എന്നുള്ളത് എപ്പോഴും അതൊരു എൻഡോജൻ ഇൻഡോജനിക് ആയിട്ടുള്ള ഒരു 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 പോസിറ്റീവ് ഫാക്ടറാണ്. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരിക, നെഗറ്റീവ് തോട്ട്സിനെ പറ്റുന്നിടത്തോളം അവോയ്ഡ് ചെയ്യുക, തള്ളിവിടുക, പോസിറ്റീവായിട്ടുള്ള കൂടുതൽ മനഃപൂർവ്വം കൊണ്ടുവരിക, നമ്മൾ ഹാപ്പി ആയിട്ട് റിമെയിൻ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഫുഡ്, ഫ്ലൂയിഡ്സ്, ഡീഹൈഡ്രേഷൻ അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പം ഇൻ ഷോർട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, ഹാൻഡ് വാഷിങ് കോൺസെൻട്രേറ്റ് ചെയ്യുക. മോർ ദൻ 96% ആൾക്കാർ പോസിറ്റീവ് ആകുന്നവരിൽ പോലും ഒരു കുഴപ്പമില്ലാതെ മറ്റവസ്ഥയ്ക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള കാര്യം മനസ്സിലുറപ്പിക്കുക. കുട്ടികളുടെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഡേഞ്ചർ സൈൻസ് മാത്രം നോട്ട് ചെയ്ത് വേണ്ട പോലെ ആക്ട് ചെയ്യുക. എപ്പോഴും കുട്ടികളെ അതായത് ഗ്രാൻഡ് പേരൻസിൽ നിന്ന് കുട്ടികളെ എപ്പോഴും സെപ്പറേറ്റ് ആക്കി നിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു മനോജ്. താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടെ ഇതിൻ്റെ ഓർഗനൈസേഴ്സിന് എല്ലാവിധ ബെസ്റ്റ് വിഷസും. ഈ ഗ്രൂപ്പ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ.
എല്ലാ അഡ്മിൻസും ഇതിനു വേണ്ടി ഇത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുകയും ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ അഡ്മിൻസിനും ഇതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരോടൊപ്പം ഈ ഗ്രൂപ്പിനും ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു, ബൈ.